ഗീവർഗീസിന്റെ മക്കളായ നമുക്കും ഗീവർഗീസിന്റെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ഗീവർഗീസ് കാണിച്ചു തന്നതായ ദൈവീക മാർഗങ്ങളിലൂടെ യാത്ര ചെയ്ത് പൈശാചിക ശക്തികളെ കീഴടക്കുവാൻ സാധ്യമായിത്തീരണം. ഇന്ന് പലരും പൈശാചിക ശക്തികളൊക്കെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാറില്ല. ആ ശക്തി കൂടുതൽ കരുത്താർജിച്ച് നമ്മൾ തന്നെ വീഴ്ചയിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആയിപ്പോകുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നത്. ഒരു വിശ്വാസി അവൻ നിരന്തരം പ്രാർത്ഥിക്കുന്നവനെങ്കിൽ അവൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് വേലികെട്ടി സംരക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാരെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഹദേന്മാർ അവർ ലോകത്തിന് തണുപ്പ് നൽകുന്ന അല്ലെങ്കിൽ ലോകത്തെ നനയ്ക്കുന്നതായ ഉറവകളായി തീർന്നിരിക്കുകയാണ് എന്ന്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു നനവാണ് പ്രിയപ്പെട്ടവരെ. ഉഷ്ണമുള്ള ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു മഴ പെയ്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നതായ ആ ഒരു അനുഭവം ക്രൈസ്തവ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അപ്രകാരം ഒരനുഭവം നൽകുന്നതാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ നിന്നെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. നീ ദൈവത്തെ ആരാധിക്കുന്നവനെങ്കിൽ ഒരു പൈശാചിക ശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഇതെല്ലാം ജീവിതത്തിൽ കുറഞ്ഞു പോകുമ്പോഴാണ് ജീവിതത്തിൽ പരാജയങ്ങൾ വന്ന് സംഭവിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളില് ഇന്ന് ദേവാലയങ്ങളൊക്കെ മറ്റ് മതസ്ഥരുടെ ആലയങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ. ഈ അടുത്ത ദിവസം UK-യിൽ ഒരു ദേവാലയത്തിന്റെ അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലം വാങ്ങിക്കുവാനുള്ളതായ ഒരു പരിശ്രമം എന്ന വിധം ഒരു ദേവാലയത്തിന്റെ ബിഡിങ്ങിൽ, അതായത് അതിന്റെ ലേലം വിളിയിൽ ഞങ്ങൾ സംബന്ധിക്കുകയുണ്ടായി. പക്ഷെ അത് നമുക്ക് ലഭിച്ചില്ല. അതിൽ കൂടുതൽ പണം കൊടുത്ത് വ്യവസായികളും അതേപോലെ തന്നെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇന്ന് വാങ്ങിച്ചു കൂട്ടുകയാണ്. ക്രിസ്ത്യാനിയുടെ അമ്പരചുംബികളായിരിക്കുന്ന ദേവാലയങ്ങൾ പലതും ഇന്ന് മദ്യശാലകൾ പോലുമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു യൂറോപ്പിൽ. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ യാതൊന്നും ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. വിശ്വാസമില്ലാത്ത ഇടത്ത് ദൈവം എങ്ങനെ പ്രസാദിക്കും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ചിന്തിക്കണം, മനസ്സിൽ എപ്പോഴും വിചാരമുണ്ടായിരിക്കണം, വിശുദ്ധന്മാർ അവർ വിശ്വാസത്തിൽ ജീവിച്ചവരാണ്. അവർ അവരുടെ ലൗകികമായിരിക്കുന്ന സുഖങ്ങളെക്കാൾ ഉപരിയായി ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിച്ചവരാണ്. ജീവിതത്തിൽ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. സ്നേഹം നിറഞ്ഞ ശുശ്രൂഷകരെ, കർത്താവിൽ വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് മാസം 1-ാം തീയതി മലങ്കര സഭയിൽ അനേക ദേവാലയങ്ങളിൽ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ ആഘോഷിക്കുന്ന ദിവസമാണ്. മേടമാസം 24-ാം തീയതിയാണ് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ സുറിയാനി സഭയിലെ ദൈവമക്കൾ ഭക്തിയോടെ ആദരവോടെ ആഘോഷിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യഭാഗത്ത് യേശുക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വഹിച്ച ഒരു ധീരനായ പട്ടാള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായിക്ക് നമ്മൾ ഒത്തിരി പര്യായങ്ങൾ കൊടുക്കാറുണ്ട്. കുതിരമേൽ വാഹനമേറിയവൻ, ക്ഷിപ്രഗോപി, പുണ്യാളച്ചൻ എന്നെല്ലാം നമ്മൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാറുണ്ട്. ചെറുപ്പനാൾ മുതൽ നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ മനസ്സിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ഒരു വിലയേറിയ നാമമാണ് പുണ്യാളച്ച എന്നുള്ളത്.
എന്ത് ബുദ്ധിമുട്ട് വന്നാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉരകങ്ങളെ, ഇഴജന്തുക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുണ്യാളച്ച കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കണം, വിളിക്കണമെന്നൊക്കെ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറ ഈ പുതിയ കുഞ്ഞുങ്ങളെയൊക്കെ എത്രത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അത് എനിക്കറിഞ്ഞുകൂടാ. സ്നേഹിക്കപ്പെട്ടവരെ, ക്രൈസ്തവ സഭയിൽ 3-ാം നൂറ്റാണ്ട് വരെയും ക്രിസ്ത്യാനികൾക്ക് അതിശക്തമായ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. ആ കാലഘട്ടത്തിലാണ് ഒത്തിരി വിശുദ്ധന്മാർ ഈ സഭയിലുണ്ടായത്. അവരുടെ രക്തസാക്ഷിത്വമാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് സഭ വളരുവാൻ, ഉയരുവാൻ എല്ലാം മുഖാന്തരമായി തീർന്നത്. റോമാ സാമ്രാജ്യത്തിലെ ആദ്യത്തെ 10 ചക്രവർത്തിമാര് നിഷ്ഠൂരരും കഠിന ഹൃദയരുമായിരുന്നുവെന്നൊക്കെയാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിലേറ്റവും ഹീനനായ, നികൃഷ്ടനായ ഒരു ചക്രവർത്തിയായിരുന്നു ഡയക്ലീഷ്യൻ അല്ലെങ്കിൽ ദിദിയാനോസ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ക്രിസ്ത്യാനികൾക്ക് നേരെ കഠിനമായ പീഡനമുറകളൊക്കെ അരങ്ങേറിയത്. ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ മുറിച്ചു മാറ്റി, കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, നാവ് പിഴുതെറിഞ്ഞു. എന്തിനു വേണ്ടു? ഒരു മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം രീതിയിലുള്ള പീഡനമുറകൾ പ്രയോഗിക്കാമോ അതെല്ലാം പ്രയോഗിച്ച, ക്രിസ്ത്യാനികളെ അപ്രകാരം പീഡിപ്പിച്ച ഒരു കണ്ണിച്ചോരയില്ലാത്ത, ദയയില്ലാത്ത ഒരു നിഷ്ഠൂരനായ ചക്രവർത്തിയായിരുന്നു ദിദിയാനോസ്, ഡയക്ലീഷ്യൻ. അദ്ദേഹത്തിന്റെ പട്ടാളത്തിലെ അംഗമായിരുന്നു ഗീവർഗീസ്. പട്ടാള സേവനം ചെയ്തു വരവേ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പല കാര്യങ്ങളും ഇതേപോലെ നടക്കുന്നതായി അദ്ദേഹം കണ്ടു, അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായി, ഈ പീഡിപ്പിക്കുന്നവരെല്ലാം നിർമ്മലരായ മനുഷ്യരാണ്. ഈ പീഡിപ്പിക്കപ്പെടുന്നവരെല്ലാവരും തന്നെ നിഷ്കളങ്ക ഹൃദയരാണ്. ഈ പീഡിപ്പിക്കപ്പെടുന്നവരെല്ലാവരും തന്നെ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം. രാജാവ് പറഞ്ഞ കാവ്യമത ആരാധനയും അതേപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ളതായ അനുഷ്ഠാനങ്ങളും ഒന്നും തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവലംബിക്കാത്തവരാണ് ഈ പീഡിപ്പിക്കപ്പെടുന്നവർ. അവരുടെ കൂടെ ചേരുവാനായിട്ട് ഗീവർഗീസ് തീരുമാനിക്കുകയാണ്. അവർക്ക് വേണ്ടി ശക്തിയുക്തം നിലകൊള്ളുവാൻ ഗീവർഗീസ് പ്രതിജ്ഞയെടുക്കുകയാണ്. ഇത്രയും നാൾ ഞാൻ രാജാവിനെ സേവിച്ചുവെങ്കിൽ ഇനി എനിക്ക് രാജാവിനെ സേവിക്കുന്നതിനേക്കാൾ വലുത് ഈ പാവപ്പെട്ട ജനം പീഡിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ജനം ആർക്ക് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുവോ യേശുക്രിസ്തുവിന് വേണ്ടിയാണ്. ആ വലിയ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനം തിരിയുകയാണ്. അദ്ദേഹം രാജസന്നിധിയിൽ ചെന്ന് യേശുവിന് വേണ്ടി ജീവിക്കുമെന്നുള്ളതായ വലിയ പ്രതിജ്ഞ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ചക്രവർത്തിക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും രണ്ട് രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അനുഭവപ്പെടുകയായിരുന്നു. ഒന്ന്, ഒരു നല്ല പട്ടാള ഉദ്യോഗസ്ഥനെ നഷ്ടപ്പെടുന്നുവോ എന്നുള്ളതായ ആ വലിയ ഭയം. രണ്ടാമതായി അവന്റെ നേരെയുള്ള ക്രോധവും കോപവും അവർ ആളിക്കത്തിക്കുകയാണ്. ഈ വർഗീസിനെ പല രീതിയിൽ പീഡിപ്പിച്ചു കൊല്ലുവാൻ ശ്രമിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. 5 രീതിയിലെന്ന് ഒരു ചരിത്രകാരനൊക്കെ എഴുതിയിട്ടുണ്ട്. വലിയൊരു കുഴിയുണ്ടാക്കി ആ കുഴിക്കുള്ളിലിട്ട് മൂടി, ഗീവർഗീസിന്റെ ദൈവം ശക്തിയുള്ളവനെങ്കിൽ അവനെ രക്ഷിക്കട്ടെ എന്നെല്ലാം പട്ടാളക്കാർ ആർത്തു വിളിച്ചു. അവിടെയും ഗീവർഗീസ് രക്ഷ പ്രാപിച്ചു. തീർന്നില്ല, അവനെ വറചട്ടിയിലിട്ട് വറുത്ത് കൊല്ലുവാൻ ശ്രമിച്ചു. ശരീരത്തിൽ നിന്ന് തൊലി ഉരിഞ്ഞെടുത്ത് ഒരു പൽചക്രത്തിന്റെ മുകളിൽ ബന്ധിച്ച് മുകളിൽ നിന്നും താഴെ നിന്നും തീ കൂട്ടിക്കൊണ്ട് അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. നമ്മുടെ പിതാക്കന്മാര് പ്രാർത്ഥനയിൽ ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചക്രത്തിന്മീതെ കണ്ടേ ന്യായസ്ഥാനെ ബന്ധിതനാകും ഗീവർഗീസ് എന്നൊരു സേവകനെ മേലും കീഴും തീ ചൂഴും നീവനെ. ഗീവർഗീസ് ഭയപ്പെട്ടില്ല. ഗീവർഗീസ് പിന്തിരിഞ്ഞില്ല.
അവൻ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞവൻ, അവന്റെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നൽകപ്പെട്ടവൻ, അവന്റെ അന്ത്യശ്വാസം വരെയും അവനോടുകൂടെ അല്ലെങ്കിൽ അവന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗീവർഗീസ് സഹദായുടെ ജീവിതവും മരണവും അക്കാലത്തുള്ള അനേകർക്ക് യേശുവിങ്കിലേക്ക് തിരിയുവാനുള്ള മാർഗമായി തീർന്നു. യേശുവിങ്കിലേക്ക് തിരിയുവാൻ ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ 1 തീമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഗീവർഗീസിന്റെ ജീവിതം അതായിരുന്നു. പട്ടാളത്തിൽ രാജാവിനെ തൃപ്തിപ്പെടുത്തി, രാജാവിനെ പ്രീണിപ്പിച്ച് ഒരു ജോലി നിർവഹിച്ചു പോന്നിരുന്നുവെങ്കിൽ, അപ്രകാരം അവൻ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ വളരെ വേഗത്തിൽ ഉദ്യോഗ കയറ്റം കിട്ടിക്കൊണ്ടാണ്, വളരെ വേഗത്തിൽ ഒരുപക്ഷെ സൈന്യാധിപൻ പോലും ആകാനുള്ള ആ വലിയ യോഗ്യത അവനുണ്ടായിക്കൊണ്ടാണ്. കാരണം അവൻ കഴിവുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു. ആയുധകലയിലും തത്വശാസ്ത്രത്തിലുമൊക്കെ പ്രാവീണ്യമുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവസ്നേഹം വലുതെന്ന് ഗീവർഗീസ് കാണുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത്, യേശുവിന് വേണ്ടി നീ ജീവിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ പീഡനമുണ്ടാകും. ഗീവർഗീസിന്റെ പീഡനങ്ങൾ അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞില്ല. ഗീവർഗീസിനെതിരെ ഒന്നൊന്നായി പ്രയോഗിച്ചതായ പീഡനമുറകൾ കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുവാൻ, കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ അതിനുള്ളതായ വലിയ പരിശുദ്ധാത്മ കൃപയാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്. അവരൊക്കെ രക്തം കൊണ്ട് സ്നാനം പ്രാപിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, നെറുകന്തല മുതൽ കാലിന്റെ പെരുവരൽ വരെയും രക്തം കൊണ്ട് പൊതിയപ്പെട്ടവരായിരുന്നു വിശുദ്ധന്മാർ. വിശുദ്ധനായ ഗീവർഗീസ് അപ്രകാരമല്ലേ? തൊലി മുഴുവനും ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു മാറ്റിയാൽ മാംസപിണ്ഡമായി തീരുന്ന ഒരു ശരീരം, രക്തം മുഴുവനും ധാരധാരയായി ഒഴുകുന്ന ഒരു ശരീരം, പ്രകാരമുള്ള പീഡനം വരെയും അദ്ദേഹം യേശുവിന് വേണ്ടി ഏൽക്കുകയാണ്. സ്വന്തം നേട്ടത്തെക്കാൾ ഉപരി ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അതായിരുന്നു ആ ജീവിതത്തിലെ വിജയം. അദ്ദേഹം രക്തസാക്ഷിയായതുകൊണ്ടാണ്, ഞാൻ ഓർമ്മിപ്പിച്ചു, പരിശുദ്ധ സഭയിൽ അനേകം രക്തസാക്ഷികൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നത്. രക്തസാക്ഷികളുടെ വലിയ ഒരു സംഘം തന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായി. 3 വയസ്സുള്ള വിശുദ്ധനായ കുര്യാക്കോസ് സഹോദരൻ എന്തിനു വേണ്ടു? അനേകം രക്തസാക്ഷികളായിരുന്നു ആ കാലഘട്ടത്തിൽ, എണ്ണപ്പെട്ടവരും എണ്ണപ്പെടാത്തവരുമായവർ സഭയിൽ ജനിച്ചത്. അവരുടെ രക്തം സഭയ്ക്ക് വളമായി തീർന്നു. അവരുടെ തിരുശേഷിപ്പുകൾ സഭയ്ക്ക് അനുഗ്രഹമായി തീർന്നു. ഇത് AD 303 സംഭവിക്കുന്നത്. AD 313 ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ വിശുദ്ധന്മാരുടെ കബറിടങ്ങളും അവരുടെ തിരുശേഷിപ്പുകളും സഭയ്ക്ക് അനുഗ്രഹമായി തീർന്നു. ആ തിരുശേഷിപ്പുകൾ മോശ യൗസേപ്പിന്റെ അസ്ഥികൾ തന്റെ നെഞ്ചോട് ചേർത്ത് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ ആ തിരുശേഷിപ്പുകളെല്ലാം തങ്ങളുടെ കൈക്കുമ്പിളിൽ പേറിക്കൊണ്ടായിരുന്നു ആദിമ ക്രൈസ്തവ സഭ വളർന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ ജീവിതം ഇന്നത്തെ ദിവസം നമുക്ക് നമ്മളുടെ വിശ്വാസത്തെ കൂടുതൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ആക്കി തീർക്കണം. ഗീവർഗീസ് സഹദായുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു ചിത്രമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡൽഹി വികാസ്പുരി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായി, പെരുന്നാളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ചെന്നപ്പോൾ ഒരല്പം ശാരീരിക വൈകല്യമുള്ള ഒരു കൊച്ച്, അവൻ ഗീവർഗീസ് സഹദായുടെ ഒരു ചിത്രം വരച്ച് എനിക്ക് സമ്മാനിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള സമ്മാനങ്ങളിൽ വളരെ വിലപ്പെട്ട ഒരു സമ്മാനമായി ഞാൻ ആ ചിത്രത്തെ കാണുകയാണ്. കാരണം അവന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അവനുണ്ടാകുമ്പോഴും അതിന്റെ മധ്യേ അവൻ ഗീവർഗീസ് സഹദായുടെ ഒരു ചിത്രം വരച്ചു. കുതിരമേൽ വാഹനമേറിയിരിക്കുന്നവനായ വിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ പടച്ചട്ട ധരിച്ച് ഒരു കുതിരപ്പുറത്ത് അരയിൽ വാളും കയ്യിൽ കുന്തവുമായിട്ട് ഒരു വ്യാളിയെ തോൽപ്പിക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പോകുന്നതായ രംഗമാണ് ആ ചിത്രത്തിലുള്ളത്. ഒരു പ്രഭുവിന്റെ മകൾ ദൂരെ മാറി
നിൽക്കുന്നതായ ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും പൂർവികരിൽ നിന്നുമൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ വല്യമ്മ കിടന്നുറങ്ങുമ്പോൾ അടുത്തിരുന്നുകൊണ്ട് പാടിക്കേൾപ്പിക്കാറുള്ള ഒരു പാട്ടായിരുന്നു ഗീവർഗീസ് സഹദായുടെ ഈ പാമ്പുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡ്രാഗനുമായിട്ടുള്ളതായ ആ സംഭവമൊക്കെ. അത് മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പൈശാചിക ശക്തിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമായിരുന്നു വിശുദ്ധനായ മോർ ഗീവർഗീസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനെ സൂചിപ്പിക്കുന്നതായ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ മറ്റുള്ള ചിത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് നാം കാണുന്നത്. ഗീവർഗീസിന്റെ ഒരു മുഖത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നു. തോമാസ് ലീഹായുടെയും ദൈവമാതാവിന്റെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും ഒക്കെ ചിത്രം ഇങ്ങനെ നമ്മളുടെ നേരെ അഭിമുഖമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നാം നിൽക്കുന്നതായ ആ ഒരു അനുഭവമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗീവർഗീസ് സഹദായുടെ ചിത്രം. ഒരു മുഖത്തിന്റെ ഒരു അല്പം മാത്രമേ നമുക്ക് കാണുവാൻ, ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും പടച്ചട്ട ധരിച്ച് കയ്യിൽ കുന്തവുമേന്തി അരയിൽ വാളുമായിട്ട് പൈശാചിക ശക്തിയോട് പോരാടുന്നവനായ ഒരു ഗീവർഗീസിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഗീവർഗീസിന്റെ മക്കളായ നമുക്കും ഗീവർഗീസിന്റെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ഗീവർഗീസ് കാണിച്ചു തന്നതായ ദൈവീക മാർഗങ്ങളിലൂടെ യാത്ര ചെയ്ത് പൈശാചിക ശക്തികളെ കീഴടക്കുവാൻ സാധ്യമായി തീരണം. ഇന്ന് പലരും പൈശാചിക ശക്തികളൊക്കെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാറില്ല. ആ ശക്തി കൂടുതൽ കരുത്താർജിച്ച് നമ്മൾ തന്നെ വീഴ്ചയിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആയി പോകുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നത്. ഒരു വിശ്വാസി അവൻ നിരന്തരം പ്രാർത്ഥിക്കുന്നവനെങ്കിൽ അവൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് വേലികെട്ടി സംരക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാരെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഹദേന്മാർ അവർ ലോകത്തിന് തണുപ്പ് നൽകുന്ന അല്ലെങ്കിൽ ലോകത്തെ നനയ്ക്കുന്നതായ ഉറവകളായി തീർന്നിരിക്കുകയാണ് എന്ന്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു നനവാണ് പ്രിയപ്പെട്ടവരെ. ഉഷ്ണമുള്ള ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു മഴ പെയ്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നതായ ആ ഒരു അനുഭവം ക്രൈസ്തവ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അപ്രകാരം ഒരു അനുഭവം നൽകുന്നതാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ നിന്നെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. നീ ദൈവത്തെ ആരാധിക്കുന്നവനെങ്കിൽ ഒരു പൈശാചിക ശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഇതെല്ലാം ജീവിതത്തിൽ കുറഞ്ഞു പോകുമ്പോഴാണ് ജീവിതത്തിൽ പരാജയങ്ങൾ വന്ന് സംഭവിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളില് ഇന്ന് ദേവാലയങ്ങളൊക്കെ മറ്റ് മതസ്ഥരുടെ ആലയങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ. അടുത്ത ദിവസം UK-യിൽ ഒരു ദേവാലയത്തിന്റെ അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലം വാങ്ങിക്കുവാനുള്ളതായ ഒരു പരിശ്രമം എന്ന വിധം ഒരു ദേവാലയത്തിന്റെ ബിഡിങ്ങിൽ, അതായത് അതിന്റെ ലേലം വിളിയിൽ ഞങ്ങൾ സംബന്ധിക്കുകയുണ്ടായി. പക്ഷെ അത് നമുക്ക് ലഭിച്ചില്ല. അതിൽ കൂടുതൽ പണം കൊടുത്ത് വ്യവസായികളും അതേപോലെ തന്നെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇന്ന് വാങ്ങിച്ചു കൂട്ടുകയാണ്. ക്രിസ്ത്യാനിയുടെ അമ്പരചുംബികളായിരിക്കുന്ന ദേവാലയങ്ങൾ പലതും ഇന്ന് മദ്യശാലകൾ പോലുമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു യൂറോപ്പിൽ. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ യാതൊന്നും ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. വിശ്വാസമില്ലാത്ത ഇടത്ത് ദൈവം എങ്ങനെ പ്രസാദിക്കും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ചിന്തിക്കണം, മനസ്സിൽ എപ്പോഴും വിചാരമുണ്ടായിരിക്കണം. വിശുദ്ധന്മാർ അവർ വിശ്വാസത്തിൽ ജീവിച്ചവരാണ്. അവർ അവരുടെ ലൗകികമായിരിക്കുന്ന സുഖങ്ങളെക്കാൾ ഉപരിയായി ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിച്ചവരാണ്. ജീവിതത്തിൽ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അല്ലാതെ അപ്പന്റെയും അമ്മയുടെയും ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കുക. അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് അനുഗ്രഹമുണ്ടാകുമെന്നുള്ള വിചാരത്തിൽ മക്കൾ ജീവിക്കരുത്.
മക്കളെ, നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലേ നിങ്ങളുടെ ജീവിതവും നിങ്ങളിലൂടെ ദൈവം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന തലമുറകളും അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം ഈ നനവ് അത് മെല്ലെ 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 വരണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു മരുഭൂമിയുടെ സ്ഥിതിവിശേഷത്തിലേക്കായി തീരും. ഇങ്ങനെ വരരുത്. വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ നമ്മളെ കൂടുതൽ ദൈവിക മാർഗത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തിജീവിതങ്ങളാക്കി പൂർത്തീകരിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായോടൊപ്പം പിതാക്കന്മാരുടെ പെരുന്നാളുകൾ കൂടി ഇന്ന് ഇടവക ആഘോഷിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ദേവാലയങ്ങളുടെ ഒക്കെ പ്രത്യേകത ഏതാണ്? പള്ളിക്കര പള്ളിയിലെ, അതേപോലെ തന്നെ ഈ അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട വിവിധ ദേവാലയങ്ങളിൽ പിതാക്കന്മാരുടെ പെരുന്നാളുകൾ ആഘോഷിക്കുന്ന ഒരു പതിവുണ്ട്. അതെല്ലാം നമ്മുടെ മൺമറഞ്ഞു പോയ പുണ്യപ്പെട്ട പട്ടക്കാരും വിശ്വാസികളുമായ നമ്മുടെ മാതാപിതാക്കൾ നമുക്കായി, നമ്മുടെ അനുഗ്രഹത്തിനായി ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളുകളെല്ലാം നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരണം. ഈ കൂടിവരവ് ജീവിതത്തിൽ ഒരു റിന്യൂവൽ, ഒരു പുതുക്കത്തിന് മുഖാന്തരമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ വരുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പെരുന്നാളിന് ഇതിനു മുമ്പും ഞാൻ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ഏകദേശം 4 വർഷത്തോളം കാലം ഈ പള്ളിയുടെ തൊട്ടു ചേർന്നുള്ളതായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. ആ കാലത്താണ് ഇവിടെ ഒരു ഗ്ലാസിൽ ദൈവമാതാവിന്റെ ചിത്രം അല്ലെങ്കിൽ ദൈവമാതാവിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ അറിയുകയും 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഈ പള്ളിയുടെ മുകളിൽ ഉണ്ടായതായ അത്ഭുതം കാണുവാൻ കൂട്ടുകാരുമൊക്കെ ഒത്ത് ഇവിടെ വന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ആ നാൾ മുതൽ ഈ പള്ളിയോട് വലിയ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, വലിയ ഒരു വിശ്വാസവുമുണ്ട്. ഈ കാണിയനാട്, പീച്ചിങ്ങച്ചിറ, വടവുകോട് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒത്തിരി പ്രാവശ്യം പല ദിവസങ്ങളിലൊക്കെ നടന്നും ഒക്കെ യാത്ര പോയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ ഇതിലൊരു പയ്യൻസ് എന്ന് പറഞ്ഞൊരു ബസ് പോകും. വടവോട് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഓടി വന്ന് ഈ കാണിയനാട് കവലയിൽ വന്ന് ആ ബസ്സിൽ കയറി തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുകയാണ്. ഇടവകയെ നന്ദിയോടെ ഓർക്കുന്നു. ദേശത്തിനൊരു വിളക്കായി ഇടവക പരിലസിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ചെമ്പത്തൂടി അച്ഛനെ ഓർക്കുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെ വർഷമാണ് ഈ വർഷം. സുവർണ ജൂബിലിയൊക്കെ ആവട്ടെ, പ്രാർത്ഥിക്കുക. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിലൂടെ ഇടവകയ്ക്ക് കൂടുതൽ നന്മകളും കൂടുതൽ അനുഗ്രഹങ്ങളും ഭാഗ്യവതിയായ പരിശുദ്ധ ദൈവമാതാവിനോടും ഇന്ന് നാം പ്രത്യേകമായി ഓർമ്മയാചരിക്കുന്ന മഹാപരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായോടും ഈ പരിപാവനമായ ദേവാലയം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പിതാക്കന്മാരോടുമുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നിറവേറ്റുകയാണ്. ഈ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ പെരുന്നാൾ പ്രത്യേകമായി വഴിപാട് ഏറ്റു നടത്തുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർക്കാം. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർ
അവരെല്ലാവരെയും പരിശുദ്ധമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ സമർപ്പിക്കാം. ഈ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹത്തിനായിട്ട് ഭവിക്കട്ടെ. ശുഭഹോല ബോല പ്രോവൽ റോഹോ കാദീശ് ിരിക്കുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനും പ്രയാസത്തിലിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസത്തോടെ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് തന്റെ ദൈവിക അനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ ചൊരിഞ്ഞു കൊടുക്കുന്ന കാരുണ്യവാനായ ദൈവം തമ്പുരാനേ, നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ പരിശുദ്ധ കന്യകമർത്തമറിയാമമ്മയുടെ മധ്യസ്ഥതയോടൊപ്പം ലോകമെങ്ങുമുള്ള പള്ളികളിലും ദേറാകളിലും ആദരണീയനായിരിക്കുന്ന ഞങ്ങളുടെ കാവൽ പിതാവായ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹോദായോടും പരിശുദ്ധ പിതാക്കന്മാരായ മോർ കുര്യാക്കോസിനോടും മോർ തോമാസ് ലീഹായോടും മോർ ഇഗ്നാത്തിയോസ് ഏലിയാസദ്യൻ ബാവായോടുമുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാനെ, നിന്റെ നിമിത്തം കഷ്ടതകളും പീഡകളും സഹിച്ച നിനക്ക് അതിസ്നേഹിതനും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമായി തീർന്ന പരിശുദ്ധനും രക്തസാക്ഷിയുമായ മോർ ഗീവർഗീസ് സഹോദായുടെയും പുണ്യപ്പെട്ട പിതാക്കന്മാരുടെയും സത്യവിശ്വാസത്തെ പിന്തുടർന്ന് ആ സത്യവിശ്വാസത്തിലും സുഹൃത ജീവിതത്തിലും ഉറച്ചു നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല രോഗങ്ങളും വേദനകളും സുഖപ്പെടുന്നതിന് ശക്തി ലഭിക്കുകയും ചെയ്തിരിക്കുന്ന മോർ ഗീവർഗീസ് സഹോദാ ശൈശവം മുതൽ വിശ്വാസം സ്വീകരിച്ച് സ്വർഗത്തിലെ കർത്താവിൽ നിന്നും സുഖമനുഭവിക്കുകയും ചെയ്യുന്ന വിശ്വാസവീരനെ, പരിശുദ്ധ റൂഹായുടെ കൃഷിയാൽ ഉത്ഭവിപ്പിച്ച വാഴ്ത്തപ്പെട്ട ഫലവുമായവനെ അങ്ങേ സഭയിൽ ദീപസ്തംഭമാക്കിയാക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ നിന്നിലും നീ അവനിലും വസിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്ത വലറക്കാരാ പാപികളായ ഞങ്ങൾക്ക് പാപമോചനത്തിനും അവന്റെ സന്നിധിയിലുള്ള നല്ല നിലയ്ക്ക് ഞങ്ങളെ യോഗ്യരായി തീർക്കത്തക്കവണ്ണം നിന്റെ പുണ്യജീവിതത്തെ അനുകരിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. ദൈവമായ കർത്താവേ, നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ വിശുദ്ധനായ മോർ ഗീവർഗീസ് സഹോദായ്ക്ക് തിരുസന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖകാന്തിയുമുള്ളതിനാൽ ആ പുണ്യവാന്റെ അഭയാചനയാൽ ഉത്തമനായുള്ളോവേ ദൈവതോ നീ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, നിനക്ക് ഭാഗ്യം. സകല വംശങ്ങളും നിന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. എന്തെന്നാൽ ശക്തനും പരിശുദ്ധ നാമമുള്ളവനുമായ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു.
തന്റെ രക്ഷാകരമായ പീഡാനുഭവം മൂലം മൺമേനായ ആദാമിന്റെ കടച്ചീട്ട് കീറി ആദാമി കുലത്തെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാനും പാപം മൂലം നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് മനുഷ്യവർഗത്തെ തിരികെ കരയേറ്റുവാൻ വേണ്ടി അത്യുന്നതങ്ങളിലെ മഹിമാസനത്തിൽ വിശുദ്ധ മാലാഖമാരാൽ അവൻ പരിസേവിതനായിരിക്കെ അവന്റെ മഹിമകളെ വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും? സകലത്തെയും ദഹിപ്പിച്ചു കളയുവാൻ മഹാശക്തിയുള്ള അഗ്നിയെ ഉൾക്കൊണ്ടിട്ടും മാതാവേ നീ പൊള്ളലേൽക്കാതെ സൂക്ഷിക്കപ്പെട്ടുവല്ലോ. യേശുവിനെ വഹിച്ചതിനാൽ നീ മഹാപരിശുദ്ധയും ദൈവമാതാവുമായി തീർന്നു. നീ ക്രൂപേന്മാർക്കും ശ്രോപ്പേന്മാർക്കും സാദൃശ്യമുള്ളവളും സ്വർഗത്തോളം ഉയർന്നവളുമാകുന്നു. നിന്റെ പുത്രന്റെ മുമ്പിൽ നിനക്ക് അപേക്ഷാ സ്വാതന്ത്ര്യവും ധൈര്യവും ഉണ്ട്. ആകയാൽ വാഴ്ത്തപ്പെട്ട മാതാവേ, നിന്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിച്ച് യാചിക്കുന്നു. ആദാം വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചതിനാൽ മനുഷ്യജാതിക്കുണ്ടായ ആപത്തിനെ തീർപ്പാൻ വേണ്ടി വചനമാം ദൈവം മാലാഖ മുഖാന്തരം പ്രത്യക്ഷപ്പെട്ട് ആരുടെ ഗർഭത്തിൽ ഇറങ്ങി വസിച്ചു ആ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറിയാം എലിശുവായെ കാണുകയും അവളുടെ സമാധാന വാർത്ത കേട്ട് എലിശുവായുടെ ഉദരത്തിൽ ശിശു തുള്ളിച്ചാടുകയും ചെയ്തു. എലിശുവ എന്റെ കർത്താവിന്റെ അമ്മയെന്ന് കർത്താവിന്റെ ജനനത്തിന് മുമ്പേ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ചതിനാൽ ഭൂമിയിലും സ്വർഗത്തിലും താഴെയുള്ളവരാലും മേലുള്ളവരാലും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധന്മാരുടെയും നിബിയന്മാരുടെയും ശ്ലീഹന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും രാജ്യവും പ്രശംസയുമെന്ന് നിന്റെ പുത്രൻ സ്പഷ്ടമായി തെളിയിച്ച രണ്ടാമത്തെ ആകാശം എന്ന് വിളിക്കപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധവും സുഹൃത ജീവിതത്തിന്റെ പാത്രവുമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകയാൽ ദൈവമാതാവേ, നിന്റെ മധ്യസ്ഥതയാൽ മനം തകർന്നവരെയും ജീവിത നൈരാശ്യം സംഭവിച്ചവരെയും ബലവത്താക്കി സമാശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ശിശുക്കളെ ബാലാരിഷ്ടത കൂടാതെ ആരോഗ്യത്തോടെ വളർത്തണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തിയും നല്ല ഓർമ്മയും നൽകി ദൈവഭയത്തിലും ഗുരുഭക്തിയിലും വളർത്തണമേ. യുവതി യുവാക്കളെ പരിപക്വതയുള്ളവരാക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ആരോഗ്യത്തോടെ കാത്ത് പരിപാലിക്കണമേ. വിധവകൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. ഞങ്ങളുടെ ദൂരസ്ഥന്മാരെ സമാധാനത്തോടെ വസിപ്പിച്ച് തിരികെ വരുത്തണമേ. വന്ധ്യകൾക്ക് സന്താന സൗഭാഗ്യം നൽകി സന്തോഷിപ്പിക്കണമേ. ഇടിനാദത്തിൽ തന്റെ ഭുജവീര്യം കാണിക്കുന്നവനും കൊടുങ്കാറ്റിന്റെ ചിറക് ബന്ധിക്കുന്നവനുമായ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവിനെ താരാട്ട് പാടിയുറക്കിയ പനിനീർ പുഷ്പമായ മാതാവേ, ഞങ്ങൾ വിശുദ്ധ റൂഹായുടെ ആലയങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധിയിൽ വളർന്ന് ദൈവപ്രസാദകരങ്ങളായ സ്തുതികളും ഗാനങ്ങളും ഞങ്ങളുടെ നാവുകളിൽ നിന്ന് വരുവാൻ നിന്റെ ഏകജാതനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത ബലഹീനരായ ഞങ്ങൾക്കും സകല പട്ടക്കാർക്കും ശമാശന്മാർക്കും ശുശ്രൂഷകർക്കും വിശ്വാസികളായ നിദ്ര പ്രാപിച്ചു പോയ എല്ലാവർക്കും മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. നമുക്ക് 3 പ്രാവശ്യം കുറിയേലായി സോനം നേറ്റ് ചൊല്ലാം. ഞങ്ങൾ തൻ
യാചനമൂലം പൈശാചിക ചതിയിൽ നിന്നേകൾ തീകണമേ മോക്തി ദോർസീനാവലിയിൽ നിന്നും നീ രക്ഷിക്കണമേ പുണ്യം മോചനവും നിങ്ങളുടെ ശാന്തിയുമേ ഹൃദയായോ കരുണീടേണമേ കുറിയായിസോ 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 നാഥാ കൃപ ചെയ്തിടണമേ നാഥാ കൃപ ചെയ്തിടണമേ നാഥാ കൃപ ചെയ്തിടണമേ നാഥാ കൃപ ചെയ്യണമലിവാൻ നാഥാ കൃപ ചെയ്യണമലിവാൻ നാഥാ കൃപ ചെയ്യണമലിവാൻ നാഥാ ഉത്തരമരുളണമേ നാഥാ ഉത്തരമരുളണമേ നാഥാ ഉത്തരമരുളണമേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ ശുഭഗോലോ കുമാര ശുഭഗോലോ കുമാര ശുഭഗോലോ സാബര ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ വിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ നിർമ്മലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഭാഗ്യവതിയായ പരിശുദ്ധ ദൈവമാതാവിനോടും പരിശുദ്ധ പിതാക്കന്മാരായ മോർ ഗീവർഗീസ് സഹദായോടും മോർ തോമാസ് ലിഹായോടും മോർ കുര്യാക്കോസ് സഹദായോടും മോർ ഇഗ്നാത്തിയോസിനോടും മോർ ഗ്രിഗോറിയോസിനോടുമുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവരുടെ വിലയേറിയ മധ്യസ്ഥത കൈക്കൊണ്ട് സർവശക്തനും കാരുണ്യവാനുമായ മശിഹാ തമ്പുരാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് അദൃശ്യമേറിയ വലതുകരം നീട്ടി വാഴ്ത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.